പക്ഷേ ഇത് ഈ നിലവിലിപ്പോൾ യോഗം അവസാനിച്ചിരിക്കുന്നു. എല്ലാ ആവശ്യങ്ങളും തന്നെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പൂർണ്ണ തൃപ്തരാണോ ബന്ധുക്കളും പ്രദേശവാസികളും? ഷെയ്ദ് കേൾക്കാമോ? നേരത്തെ അവിടെ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. വലിയ ജനരോഷമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും അതിനൊക്കെ ഒടുവിലാണിപ്പോൾ 10 ലക്ഷം ധനസഹായം ആദ്യ ഗഡു തിങ്കളാഴ്ച നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. എം കമൽ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. കമൽ, നമുക്ക് ഇപ്പോൾ വൈകി വരുന്ന നമ്മളൊപ്പം ചേരുന്ന പ്രേക്ഷകർക്കായിട്ട് ഇന്ന് ഈ ദിവസം നടന്ന സംഭവവികാസങ്ങൾ തുടക്കം മുതലൊന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കും കമൽ? ഇന്ന് രാവിലെ 4:30യോടെയാണ് ആദ്യമായി ഈ കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ എത്തിയെന്നൊരു വിവരം വരുന്നത്. ഇന്നലെ രാത്രി 1 മണിയോടെ വനംവകുപ്പ് ആനയുടെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ 4:30ക്കാണ് ജനവാസ മേഖലയിൽ നിന്ന് ആദ്യമായി ആന ഇറങ്ങിയെന്നൊരു അറിയിപ്പ് വരുന്നത്. കൊയിലേരി മാനന്തവാടി നിന്ന് വള്ളിയൂർക്കാവ് വഴിയുള്ള റോഡിൽ കൊയിലേരി പാന്നിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു മോഴയാനയുടെ സാന്നിധ്യമുണ്ട് എന്ന അറിയിപ്പ് രാവിലെ 4:30യോടെ വരുന്നു. അതിന് പിന്നാലെ ആന അവിടെ നിന്ന് ഈ പയ്യമ്പള്ളി ഭാഗത്തേക്ക്, കുറുക്കമൂല, പയ്യമ്പള്ളി, ചേറൂർ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് നീങ്ങുന്നതായി അറിയിപ്പ് വരുന്നു. ഏറ്റവും ഒടുവിൽ പടമല പള്ളിക്ക് സമീപത്ത് ആനയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് ഈ കുറുവദ്വീപിന്റെ വനഭാഗത്തേക്ക് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ആനയെ കാട്ടിലേക്ക് ഓടിക്കാം എന്ന ഒരു പ്രതീക്ഷയാണ് അവസാന അപ്ഡേറ്റ് വരുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷമാണ് ഈ കുറുവ ഭാഗത്തേക്ക് ഇറങ്ങിയ ആന തിരിച്ചു കയറി റോഡിലേക്ക് കയറി വന്ന ഈ അജീഷിനെ ആക്രമിക്കുന്നതും പിന്നീട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നതും. പിന്നീട് മാനന്തവാടിയിലായിരുന്നു കനത്ത പ്രതിഷേധമുണ്ടായത്. ഈ അജീഷിന്റെ മൃതദേഹം ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ കാഷ്വാലിറ്റിയിൽ നിന്ന് മൃതദേഹവുമായി ആളുകൾ ടൗണിലേക്ക് വരികയും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. മാനന്തവാടി നഗരത്തിലേക്കുള്ള എല്ലാ റോഡുകളും ഉപരോധിച്ച് ആളുകൾ തെരുവിലിറങ്ങി. വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ കടകൾ അടച്ച് സമരത്തിനിറങ്ങി. ഒടുവിൽ ജില്ലാ കലക്ടർ എത്തി, MLA സ്ഥലത്തുണ്ടായിരുന്നു, സുൽത്താൻ ബത്തേരി MLAയും എത്തി. ഒടുവിലാണ് ഉച്ചയ്ക്ക് ശേഷം സബ് കലക്ടർ ഓഫീസിൽ ഉച്ചയോടെ ചർച്ച തുടങ്ങിയത്. ഈ കുടുംബാംഗങ്ങളുടെ ആവശ്യം മുൻനിർത്തിയുള്ള ചർച്ച നടന്നു. മണിക്കൂറുകൾ ഈ ചർച്ച നീണ്ടു. തീരുമാനമാകാതെ ഒരുപാട് നേരം മുന്നോട്ട് പോയി. ഒടുവിൽ അതിൽ ഒരു സമവായത്തിൽ എത്തുകയായിരുന്നു. സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉറപ്പു ലഭിച്ചു. നഷ്ടപരിഹാരം കൂടുതൽ ചോദിച്ച നഷ്ടപരിഹാരത്തിന് മന്ത്രിസഭയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാക്കാൻ MLA മാർ ഉൾപ്പെടെയുള്ളവർ ഇടപെടുമെന്ന് ഉറപ്പു നൽകി. ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ഇതിനിടെ ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങി. ആനയെ മയക്കുവെടി വെച്ച മുത്തങ്ങ ആനപ്പൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാണ് ഇറങ്ങിയത്. അതുകൂടി വന്നതോടെ ഒരാവശ്യം അത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ഏതാണ്ട് 4:30യോടുകൂടി ഈ പ്രതിഷേധം അവസാനിച്ച് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഏതാണ്ട് തുടങ്ങിയിട്ടുണ്ടാകണം ഈ സമയമാകുമ്പോഴേക്കും. അതിനുശേഷം മൃതദേഹം ഇനി പടമലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും ആന ഇപ്പോഴും ഈ പടമലയിൽ ഈ ദുരന്തമുണ്ടായ വീടും അതുപോലെ ഈ അജീഷിന്റെ വീടും ഒക്കെ സ്ഥിതി ചെയ്യുന്ന ആ കുന്നിന്റെ മുകളിൽ തന്നെയാണ് ആനയുടെ ലൊക്കേഷൻ ഉള്ളത്. ദൗത്യസംഘം മയക്കുവെടിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. 2 കുങ്കിയാനകൾ മുത്തങ്ങയിൽ നിന്ന് ഈ പരിസരത്ത് എത്തിയിട്ടുണ്ട്. ഇനിയും 2 കുങ്കിയാനകളെ എത്തിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇനിയുള്ളത് ഈ ആനയെ പിടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോവുക, മയക്കുവെടി വെച്ച് ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇനി ഈ ദൗത്യത്തിന്റെ അടുത്ത ഘട്ടം. അതിലേക്ക് വനംവകുപ്പ് കടക്കും. കാരണം ഈ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ഉന്നത ഉദ്യോഗസ്ഥർ മാനന്തവാടിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ദൗത്യം സംബന്ധിച്ച് കൃത്യമായൊരു രൂപരേഖ ഉണ്ടാവുക. ആന ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എത്രത്തോളം ഈ ഓപ്പറേഷന് അനുയോജ്യമാണ് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിലടക്കം ദൗത്യസംഘം അന്തിമ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആനയെ എങ്ങോട്ടെങ്കിലും ഡ്രൈവ് ചെയ്ത ശേഷമായിരിക്കുമോ ഈ മയക്കുവെടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നതടക്കം തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് എന്തായാലും ഈ ഡാർട്ടിംഗ് നടക്കില്ല. മിക്കവാറും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി നാളെ പുലർച്ചെയോ നാളെ രാവിലെയോ ആയിരിക്കും ഈ ദൗത്യം നടക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. പക്ഷേ എന്തായാലും ഇന്ന് രാത്രിയും ഈ ആന ജനവാസ മേഖലയിൽ തുടരുന്നത് കൊണ്ട് തന്നെ വലിയ ജാഗ്രത ആവശ്യമായി വരും. കാരണം വലിയ രീതിയിൽ അക്രമ സ്വഭാവം കാണിച്ച ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ ആനയുടെ മൂവ്മെന്റ് ഒക്കെ നിരീക്ഷിച്ച് എന്തായാലും ഇപ്പോൾ ഈ ആന്റണിയും റിസീവറും ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് വനംവകുപ്പ് എത്തിച്ച ആന്റണിയിലും റിസീവറിലും സിഗ്നലുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഫ്രീക്വൻസി ലഭ്യമായിട്ടുണ്ട്. അതായത് ആന്റണി റിസീവറും വളരെ അടുത്ത് നിന്ന് ആനയുടെ നീക്കങ്ങൾ അറിയാനാണ് സഹായിക്കുന്നത്.
അത് എന്തായാലും ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അതിനൊരു ബുദ്ധിമുട്ട് ട്രാക്കിങ്ങിന് ഉണ്ടാവില്ല എന്ന് കരുതുന്നു. മറ്റൊന്ന്, വനമേഖല വളരെ അടുത്താണ്. കാരണം മയക്കുവെടി വെക്കാനുള്ള ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ ഇനി ആന വനത്തിലേക്ക് കയറി പോകാതെ കൂടി നോക്കേണ്ടതുണ്ട്. കാരണം അത് ഒരുപക്ഷെ പ്രതിഷേധത്തിനിടയാക്കും. കാരണം ആന വനത്തിൽ കയറിയാൽ വീണ്ടും ജനവാസ മേഖലയിൽ തിരിച്ചിറങ്ങുമെന്ന ആശങ്ക ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആന കാട്ടിൽ കയറാതെ കൂടി ഇന്ന് നോക്കേണ്ടി വരും. അതിനുശേഷം ഈ മയക്കുവെടി വെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടി വരും. മാനന്തവാടിയിലെ ഓപ്പറേഷനേക്കാൾ ഈ സ്ഥലത്തിന്റെ ഈ ആന നിൽക്കുന്ന ലൊക്കേഷൻ അല്പം കൂടി വെല്ലുവിളി നിറഞ്ഞതാണ്. ഒരു കുന്നിൻ മുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ചില അങ്ങനെ ഒരു പ്രതിസന്ധി മിക്കവാറും ഉണ്ടാകും. ആ സ്ഥലം എവിടെ വെച്ചത് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട്. കൂടുതൽ സന്നാഹങ്ങൾ തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സംവിധാനങ്ങളും സന്നാഹങ്ങളും ഒരുക്കാനാണ് വനംവകുപ്പ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, വിശദമായിട്ടുള്ള വിവരങ്ങളാണ് കമൽ. ഇന്ന് എന്താണ് സംഭവിച്ചത് ഈ നിമിഷം വരെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളോട് പറഞ്ഞത്.